ISA Media. ഒരാളുടെ മരണമാസന്നമായാൽ, മരണത്തിന്റെ സമയമായാൽ പുണ്യനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരുമത്രേ. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മരണം പലപ്പോഴും കേട്ടിട്ടുണ്ടാകും നമ്മൾ. എല്ലാ കൊല്ലത്തെ വയലിലും മരണം കേൾക്കാറുണ്ട്. എന്തിനാ ഇത് പറയുന്നത്? ഇത് പഠിക്കാനല്ല, ഒന്ന് ഓർക്കാനാ. പല കാര്യവും പലരും നമ്മെ ഓർമ്മപ്പെടുത്താറില്ലേ? ഒന്ന് ഓർക്കാനാണ്. ഈ വിഷയം അറിയാത്തവരാരാ ഉണ്ടാവുക? എല്ലാവർക്കും അറിയാം. പക്ഷേ വയലുകൾക്കിടയിൽ ഖൽബുകളെ ഒന്ന് തട്ടി ഉണർത്തുകയാണ് എന്റെ സഹോദര. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചിന്തിക്കണേ, എനിക്കും നിങ്ങൾക്കും വരാനുള്ള കാര്യമാ പറയുന്നത്. എപ്പോൾ? ഒരുപക്ഷെ ഇന്ന് രാത്രി, അല്ലെങ്കിൽ നാളെ, ഒരുപക്ഷെ ഈ ആഴ്ച, അല്ലെങ്കിൽ ഈ മാസം, അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ, ഒരുപക്ഷെ ഈ വർഷം, അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ. അല്ലാഹുവേ, ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് അയാളുടെ മരണമാസന്നമായാൽ മലക്കുകൾ അയാളെ വന്ന് പിടിച്ചു വെക്കുമത്രേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നു, അതാണ് മരിക്കുന്നയാൾ ആദ്യമായി കുഴഞ്ഞു വീണു പോകുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറില്ലേ, അയാൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അല്ല, മരണം വന്നപ്പോൾ കുഴഞ്ഞു വീണു, അങ്ങനെ റിപ്പോർട്ട് എഴുതേണ്ടത്. പത്രപ്രവർത്തകരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നല്ല. മരണമാസന്നമായപ്പോൾ അയാൾ കുഴഞ്ഞു വീണു വന്നാൻ ആരാ പഠിപ്പിക്കുന്നത്? സ്വാദിഖ് അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണമാസന്നമായാൽ മലക്കുകൾ ഒന്നയാളെ പിടിച്ചു വെക്കുമത്രേ. ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിലും അയാൾ കുഴഞ്ഞു വീണു പോകും. ഞാൻ ഓർക്കുന്നു, വാഴക്കാട്ടൊരു മരണം നടന്നത്. വാപ്പയും മകനും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നതിനിടയിൽ മകനങ്ങനെ കുഴഞ്ഞു വീണു. 80 വയസ്സുള്ള വാപ്പ ജീവിച്ചിരിക്കുകയാണ്. 42 വയസ്സുള്ള മകനാ കുഴഞ്ഞു വീഴുന്നത്. എന്റെ മലക്കുകൾ വന്ന് പിടിച്ചു വെക്കുന്നതാണ്. അപ്പോഴാണ് അയാൾ കുഴഞ്ഞു വീഴുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അപ്പോഴേക്കതാ ചുറ്റുഭാഗത്തും മലക്കുകൾ വന്നിരിക്കുകയായി. തലയുടെ ഭാഗത്ത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമും വന്നിരിക്കുകയാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് അസ്റായീല റൂഹ് പിടിക്കുന്നത്. എന്നാൽ കേൾക്കണേ, അസ്റായീൽ മാത്രമല്ല, അതിന് നേതൃത്വം നൽകുന്ന ആളുടെ പേരാണ് അസ്റായീൽ. അസ്റായീൽ മാത്രമല്ല, ഒരാളുടെ റൂഹ് പിടിക്കുന്നത് 70 മലക്കാണ് എന്ന് കാണാം. അല്ല, 700 മലക്കാണെന്ന് കാണാം. 7000 മലക്കുകളെന്നും കാണാം. 70,000 മലക്കുകളെന്നും കാണാൻ കഴിയും എന്റെ സഹോദര. കേവലം 5 അടിയോ 6 അടിയോ പക്കമുള്ള ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് ഒരു മലക്കല്ല, 10 മലക്കല്ല, 70,000 മലക്കുകളാണത്രേ. ചുറ്റുഭാഗത്തും വന്നിങ്ങിരിക്കുമത്രേ. ഇത് കാണുമ്പോഴേക്ക് തന്നെ ആളാകെ പേടിച്ചു പോയിട്ടുണ്ടാകും. നാവുള്ളിലേക്ക് വലിഞ്ഞുപോയി, 2 കണ്ണുകളും മേൽപോട്ട് തുറിച്ചുപോയ പോലെ. നാവ് അനക്കി നോക്കുന്നു, അനങ്ങുന്നില്ല. കൈയനക്കി നോക്കുന്നു, ആകെ പേടിച്ച 2 കുഴഞ്ഞു പോയിരിക്കുകയാണ് ഇയാൾ. അപ്പോഴാ തലയുടെ ഭാഗത്ത് വന്ന അസ്റായീൽ അലൈഹിസ്സലാം ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളോട് റൂഹ് പിടിക്കാനായി കൽപ്പിക്കുന്നത്. മലക്കുകളതാ കാലിന്റെ തള്ളവിരൽ മുതലാണ് ആരംഭിക്കുന്നത്. കാലിന്റെ തള്ളവിരലിലേക്ക് ഇറങ്ങുകയായി. 1ാം സംഘം മലക്കുകൾ കാലിന്റെ തള്ളവിരൽ മുതൽ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും ഓരോരോ കോശങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ഓരോ കോശങ്ങളിൽ നിന്നും റൂഹ് പിടിച്ചു വലിക്കുമത്രേ. റൂഹ് ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. ഏതുവരെ? കാലിന്റെ മുട്ടുവരെ. മുട്ടിലേക്കെത്തിയാൽ
എത്തിയാൽ ഒന്നാം സംഘം മലക്കുകൾ മാറുകയായി. രണ്ടാം സംഘം മലക്കുകൾ വരും. രണ്ടാം സംഘം മലക്കുകൾ മുട്ടുമുതൽ റൂഹ് പിടിച്ചു വലിക്കുകയായി. ഊരവരെ എന്റെ സഹോദര, ഊരയിലെത്തിയാൽ രണ്ടാം സംഘം മലക്കുകൾ മാറുകയായി. അപ്പോഴേക്ക് ഇയാളുടെ കാല് പൂർണ്ണമായി കുഴഞ്ഞ പോലെ, സ്വാധീനം നഷ്ടപ്പെട്ട പോലെ മൂന്നാം സംഘം മലക്കുകൾ വരികയാണ്. ഊര മുതലതാ റൂഹിനെ പിടിച്ചു വലിക്കുന്നു അവർ. പാർശ്വഭാഗങ്ങൾ വേദനിക്കുന്ന പോലെ, വയറിന്റെ അകത്ത് വല്ലാത്ത അസ്വസ്ഥത പോലെ റൂഹ് പിടിക്കുകയാണിതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പാർശ്വഭാഗങ്ങൾ കുളത്തിട്ട് വലിക്കുന്ന പോലെ, നേരത്തെ ഞാൻ കഴിച്ച ഭക്ഷണം എനിക്ക് പറ്റിയില്ലെന്ന് അയാൾ വിലയിരുത്തുന്നത്. അപ്പോഴേക്കതാ വേദന നെഞ്ചിലേക്ക് എത്തുകയായി. നെഞ്ചിലേക്കെത്തിയാൽ മൂന്നാം സംഘം മലക്കുകളും മാറും എന്റെ സഹോദര. നാലാം സംഘം മലക്കുകൾ വരും. നെഞ്ചു മുതൽ അവർ പിന്നെ റൂഹിനെ പിടിച്ചു വലിക്കുകയാണ്. വല്ലാത്ത ഭാരം വെച്ച പോലെ, ശരീരത്തിന്റെ പിൻഭാഗത്തു നിന്ന് കൊഴട്ടിട്ട് വലിക്കുന്ന പോലെ, കൈയൊക്കെ അങ്ങനെ കൊഴഞ്ഞു പോകുന്ന പോലെ ആകെ വിയർക്കുകയാണ്. അറ്റാക്കിന്റെ വേദനയാണെന്നിതെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. അയാളതാ അടുത്തുള്ള ആളെ വിളിക്കാൻ ശ്രമിക്കുകയാണ് എന്റെ സഹോദര. കിടന്നുറങ്ങുന്നുണ്ട് അടുത്ത ഭാര്യ. അവളെ ഒന്ന് തൊട്ട് വിളിക്കാനായി കൈയൊന്ന് പൊക്കി നോക്കുന്നു, കയ്യനങ്ങുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എഴുന്നേറ്റൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. ദാഹം, വല്ലാത്ത ദാഹം. അയാൾ കിടന്നുറങ്ങുന്നവരെ ചലിച്ച കാലൊന്ന് ഉയർത്തി നോക്കുന്നു, കാലനങ്ങുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദര, മക്കളെ, ഉപ്പാക്കൊരൽപ്പം വെള്ളം തരൂ എന്ന് പറയാൻ നാവനക്കി നോക്കുന്നു, നാവനങ്ങുന്നില്ല. ആരോ പിടിച്ചു വച്ച പോലെ, നാവിലാരോ കെട്ടുകൾ കെട്ടിയ പോലെ നാവനങ്ങുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴേക്കതാ റൂഹുമായി മലക്കുകൾ തൊണ്ടം കുഴിയിലെത്തുകയാണ്. തൊണ്ടം കുഴിയിലെത്തിയാലോ ഫകശഫന അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. റൂഹ് തൊണ്ടൻകുഴിയിലേക്ക് എത്തുമ്പോഴേക്ക് അവൻ അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണുകയായി. അസ്റായീൽ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മലക്കുകൾ റൂഹുമായി തൊണ്ടൻകുഴിയിലേക്ക് എത്തിയാൽ തൊണ്ടൻകുഴിയിൽ നിന്ന് റൂഹ് പിടിച്ചു വലിക്കുന്നത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. എന്റെ പ്രിയമുള്ള സഹോദര, അങ്ങനെ റൂഹുമായി അസ്റായീൽ അലൈഹിസ്സലാം പോവുകയായി. മലക്കുകളും പോവുകയായി. ചുറ്റുഭാഗത്തു നിന്നും കൊണ്ടുവന്ന മലക്കുകൾ നല്ല മനുഷ്യനാണ് ഇയാളെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടകളിൽ, മോശപ്പെട്ട മനുഷ്യനാണ് ഇയാളെങ്കിൽ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പിടങ്ങളിൽ പൊതിഞ്ഞത് കയറുകയായി, ആകാശത്തേക്ക് കയറുകയായി. എന്റെ പ്രിയമുള്ള സഹോദര, റൂഹ് പോകുന്ന ആ നോട്ടമാണ് ഏതൊരു മനുഷ്യനും മരിക്കുമ്പോൾ അയാളുടെ രണ്ടു കണ്ണുകളും മേൽപോട്ട് തുറിച്ചു നോക്കുന്നുണ്ടാകും. എന്താണത്? കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى كلا إذا بلغت التراخي روح തൊണ്ടൻകുഴിയിലേക്ക് എത്തുകയാണ്. വഖീല മൻ റാഖ്. അപ്പോഴാണ് ഇവൻ വിളിച്ചു ചോദിക്കുന്നത്, ആരെ കിട്ടും ഇതൊന്ന് മന്ത്രിച്ച് സുഖപ്പെടുത്താൻ? ഞാൻ ആലോചിക്കാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം. ഒരാളുടെ രോഗം കാണാൻ ചെന്നു. അയാളെ ഞാൻ പേര് പറയാത്തോണ്ട് നിങ്ങൾക്ക് തിരിയില്ലല്ലോ. അയാൾ അല്പമൊക്കെ കുടിക്കാറുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു. എന്തായാലും അയാൾ മരിക്കാൻ പോകും. അയാൾ രോഗിയായി കിടക്കുകയാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഇത് നിങ്ങൾ രക്ഷപ്പെടൂല്ല. നിങ്ങൾ ആലോചിക്കണമേ, അയാൾ മന്ത്രിക്കുന്നതോ മന്ത്രിപ്പിക്കുന്നതോ മൗലിദോതുന്നതോ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രോഗം കാണാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് അകത്തു വരണം, ഒരു സ്വകാര്യം പറയാനുണ്ട്. ഞാൻ കരുതിയതെന്താ, വേറെ എന്തോ കാര്യങ്ങൾ പറയാനാവും.
അകത്ത് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, അതെ വാതിലൊക്കെ കുറ്റിട്ട് പറഞ്ഞു, ഒന്ന് മന്ത്രിച്ചാണ്. എല്ലാ സ്ഥലത്തു നിന്നും പ്രതീക്ഷയേറ്റപ്പോൾ ഖുർആൻ പറയാൻ വഖീല മൻ റാഖ്, മന്ത്രിച്ച് സുഖപ്പെടുത്താൻ പറ്റുന്ന ആളുണ്ടോ എന്ന് മനുഷ്യൻ ആ ഘട്ടത്തിൽ ആഗ്രഹിച്ചു പോകും, വിളിച്ചു ചോദിക്കും. എന്ന മനസ്സിങ്ങനെ പറയുന്നുണ്ടാകും. അല്ലാഹ് പറയാൻ വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ്, അവൻ ഉറപ്പായി ഇത് ഫിറാഖാൻ. وظن أنه الفراق والتفت الساق بالساق, അവന്റെ രണ്ട് കാലുകളും പരസ്പരം കൂട്ടിയിരിക്കുകയായവൻ ഒന്നൊന്നിനോട് പിണർന്നു ചേർന്നിരിക്കുകയാണ്. വൽതഫത്തി الساق بالساق إلى ربك يومئذ المساق, പടച്ച റബ്ബിനേക്കാണ് അവൻ പോകുന്നത് എന്നവന് മനസ്സിലായി. ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. റൂഹ് അങ്ങനെ പോകുമ്പോഴാ അവൻ ഇരുന്നിട്ട് ചിന്തിക്കണ് ഫലാ സദ്ദഖ, കണ്ടോ, വലാ സല്ലാ, ഫലാ സദ്ദഖ വലാ സല്ലാ വലകിൻ കദ്ദബ വതവല്ല, പറഞ്ഞതൊന്നും ചെയ്തില്ല. പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ അതൊക്കെ ബടായി വിടുകയാണെന്നാ കരുതിയത്. ഫലാ സദ്ദഖ വലാ സല്ലാ വലകിൻ കദ്ദബ വതവല്ല ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. മക്കൾ കളിക്കാറുണ്ടല്ലോ കമ്പ്യൂട്ടറിൽ. ഉമ്മമാരെ, വീട്ടിന്റെ അകത്ത് മക്കൾ കളിക്കാറില്ല കമ്പ്യൂട്ടറിൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവനെന്താ കളിക്കുന്നതെന്ന്, അവനെന്താ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്? ഉപ്പമാരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളെന്താ കൈകൾ കൊണ്ട് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത് അടിച്ചു വെക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മുള്ളുള്ള ഈ വൃക്ഷത്തിലാണ് നരകത്തിന്റെ മുള്ളാൻ, തീയിന്റെ മുള്ളാൻ. ആ മുള്ളുള്ള വൃക്ഷത്തിൽ ഇവരെ ആഞ്ഞു തറക്കപ്പെടും. മാത്രമല്ല, ഇവരുടെ പിന്തുവാരത്തിലൂടെയും മുന്തുവാരത്തിലൂടെയും തീ കടക്കുന്നുണ്ടാകും. തീയങ്ങ് കടന്നാൽ അത് തലച്ചോറിലൂടെ കടന്ന് പുറത്തേക്ക് വരുന്നുണ്ടാകും. അതോടൊപ്പം ഇവരുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള ആമാശയം, ചെറുകുടൽ, വൻകുടൽ, കരൾ എല്ലാം കഴിക്കുന്നത് ആമാശയത്തിലേക്കാണല്ലോ. ഇതെല്ലാം ഉരുകി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇതാണത്രേ മദ്യപാനിയുടെ ശിക്ഷ. അബ്ദുല്ലാഹ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിൽ കിടക്കുകയായിരുന്നു. ഫജാഅ ഇലൈഹി വലദുഹു യുഹർവിലു, അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ സയ്യിദിന്റെ കുട്ടി റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് ഓടി വന്നിട്ട് തോട്ടത്തിൽ വന്ന് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഉപ്പ അബി അബി തൂഫിയ റസൂലുള്ളാഹ്. തോട്ടത്തിലേക്ക് കയറി വന്നു അബ്ദുല്ലാഹ് ബിൻ സയ്യിദിന്റെ മകൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഉപ്പ റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാന യാ റബ്ബി, എന്തായി കേൾക്കണ? റസൂലുള്ളാഹ് വഫാത്തായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷം അദ്ദേഹം സ്തബ്ധനായി. പിന്നെന്ത് ചെയ്തു? ഇനി കേട്ടോളൂ സ്നേഹപ്രകടനം. فوضع معوله على الأرض فرفع يديه وبصره إلى السماء فقال اللهم عمني حتى لا أرى بعد محمد أحدا. തന്റെ കൈക്കോട്ട് ഇത് കുട്ടി ഓടി വന്ന് തോട്ടത്തിൽ വന്ന് പറഞ്ഞു, ഉപ്പ റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട് എന്ന് കുട്ടി തോട്ടത്തിൽ വന്ന് പറഞ്ഞപ്പോൾ കൈക്കോട്ട് ഈ മനുഷ്യൻ മണ്ണിലെടുത്തു വെച്ചു. റൂഹ് പോകുന്ന രംഗമാണത്. ഈ റൂഹ് ശരീരത്തിൽ നിന്നങ്ങ് വേർപെട്ടു പോകുന്ന സമയം ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ടത്രേ, വിശുദ്ധ ഖുർആൻ. റബ്ബി ലൗലാ അഖ്റതനി ഇലാ അജലിൻ ഖരീബ് فأصدق معكم من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. കേൾക്കണം, ഖുർആനാണ്. വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം ഉണ്ടാവില്ല എന്റെ സഹോദര. വിശുദ്ധ ഖുർആനാണ്. എന്താ പറയുന്നത്? റബ്ബിലൗല, റൂഹ് ശരീരത്തിൽ നിന്നങ്ങ് വേർപെട്ടു പോകുമ്പോഴാണ് ആർ പറയുന്നത്, റബ്ബിലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ
ഒരു മിനിറ്റ് സമയം ദാ തമ്പുരാൻ. അജലിൻ ഖരീബ് എന്താ ഒന്ന് ശ്രദ്ധിക്കണങ്ങൾ. അജൽ ഖരീബ്, അജൽ അവധി, ഖരീബ് തൊട്ടടുത്ത അവധി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ദാ തമ്പുരാനെ, ഒരു മിനിറ്റ് ദാ തമ്പുരാനെ. എന്താ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കണം, ഒരു മിനിറ്റ് സമയം മരിക്കാൻ പോണാക്ക് കിട്ടിയിട്ട് കാര്യമാണ്. അയാൾ പറയാ ഞാൻ സ്വതക്ക കൊടുത്തോളാം. അല്ലാഹുവേ, എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഒന്നെന്നെ രക്ഷപ്പെടുത്തുമോ തമ്പുരാനെ? ഇതാണ് കഥയെന്ന് എനിക്കറിയില്ലായിരുന്നു റബ്ബേ. ആര് മരിക്കാൻ കിടക്കുന്നയാൾ പറയുമെന്ന് അല്ലാഹ് പറഞ്ഞത് ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഖാലല്ലാഹു അസ്സ വജൽ ഫഅസ്സദ്ദഖ. എന്റെ അടുത്തുള്ള സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ ദീനിന് കൊടുത്തോളാം. അത് പറയാനുള്ളൊരു സമയം ദാ തമ്പുരാനെ. എന്താ മനുഷ്യനങ്ങനെ പറയാൻ കാരണം? മനുഷ്യന് പൈസ കൊടുത്ത് പരിചയമുണ്ട് എവിടെ? കാര്യങ്ങളൊന്നും നടക്കാത്തടത്ത്. പഞ്ചായത്തിൽ നിന്നൊരു പ്ലാന് പാസ്സാവണം, എങ്ങനാലും പാസ്സാവൂല. സെക്രട്ടറിക്ക് ഒരു 50,000 കൊടുത്താൽ അത് ശരിയാവുമെന്ന് തോന്നിയ മനുഷ്യന് പരിചയം ഇവിടുന്ന് കൈക്കൂലി കൊടുത്തിട്ട്. അതാ അവനോ അവിടെ പറഞ്ഞത്. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ തരാം തമ്പുരാനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? അല്ലാഹ് പറയാം, ഒരു ശരീരത്തിനും അതിന്റെ അവധി വന്നാൽ പിന്തിക്കുന്ന പ്രശ്നമേയില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നായി അറിയുന്നവരാണ് നിങ്ങളുടെ തമ്പുരാൻ, നിങ്ങളുടെ റബ്ബ് എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ സഹോദര ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറയുകയാണ്, മലക്കുകൾ ഈ റൂഹുമായി പോവുകയാണ്. നല്ല മനുഷ്യനാണോ? മലക്കുകൾ 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലുമത്രേ. അപ്പോഴേക്ക് ഭൂതലമാകെ ഈ ആത്മാവിന്റെ പരിമളം അനുഭവപ്പെടാൻ തുടങ്ങും. 1-ാം ആകാശത്തിന്റെ കവാടത്തിൽ ചെന്ന് മലക്കുകൾ കവാടത്തിന് കൊട്ടുകയായി. ഇഫ്തഹുൽ ബാബ്, വാതിൽ തുറക്കൂ എന്ന് പറയപ്പെടും. അപ്പം മറുഭാഗത്ത് നിന്ന് ചോദ്യം, പുറത്തുനിന്ന് ആരാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇത് ഞാനാണ്. ആരുടെ ആത്മാവാണ് നിങ്ങളുടെ കൂടെ? ഭൂമിയിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ഏറ്റവും നല്ല പേരുകൊണ്ടയാൾ പരിചയപ്പെടുത്തപ്പെടും. 1-ാം ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടും. അങ്ങനെ 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നു പോകും. എന്റെ സഹോദര ചിന്തിക്കണങ്ങൾ. റൂഹ് പോകുമ്പോ എങ്ങോട്ടാ നോക്കാം? മേൽപോട്ടാ, അടിക്കല്ല, മേലോട്ട്. നമ്മൾ കണ്ടില്ലേ, കേരളത്തിൽ ഒരു സാംസ്കാരിക നായകന്റെ മരണം TV റിപ്പോർട്ട് ചെയ്തല്ലോ. അയാള് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ കാണിച്ചു, ഇയാൾ പെട്ട നമ്പർ എന്ന് നോക്കുകയാണ്. റൂഹ് പോവുകയാണ് മേലോട്ട്. കേൾക്കണേ നിങ്ങൾ. എന്നിട്ട് 7 ആകാശവും കടന്ന് ഇല്ലീനിൽ എത്തുകയാണ്. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശരീരം വരുന്നു. ഉക്തുബൂ കിതാബ അബ്ദീ ഫില്ലീൻ وارجعوه إلى الدنيا فإني خلقته منها وفيها أعيده ومنها أخرجه تارة أخرى. എന്റെ അടിമയുടെ കിതാബ് നിങ്ങൾ ഇല്ലീനിൽ രേഖപ്പെടുത്തണം. അവനെ ദുന്യാവിലേക്ക് നിങ്ങൾ മടക്കണം. ഭൂമിയിൽ നിന്ന് ഞാൻ അവനെ സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് തന്നെ ഞാൻ അവനെ മടക്കും. ഒന്നുകൂടെ ഭൂമിയിൽ നിന്ന് ഞാൻ അവനെ മടക്കി പടക്കുന്നതാണ്. അതാ ശരീരം വരികയായി. അങ്ങനെ അയാളുടെ ആത്മാവതാ ഇല്ലീനിൽ രേഖപ്പെടുത്തി. ഇല്ലീനിൽ അദ്ദേഹത്തിന്റെ കിതാബ് രേഖപ്പെടുത്തുകയായി. അപ്പോഴേക്ക് അയാളുടെ മരിച്ച വീട്ടിൽ നിന്ന് അയാളെ കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യിത്തുകട്ടിൽ വെച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. നിസ്കാരം കഴിഞ്ഞോ പള്ളിക്കാട്ടിലേക്ക് വന്നു. ഞാൻ കഥ പറയില്ല, എനിക്കുങ്ങക്കുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര. ഞാനുമുണ്ട് യാത്ര ചെയ്യാൻ, നിങ്ങളുമുണ്ട് എന്റെ സഹോദര യാത്ര ചെയ്യാൻ. അല്ലാഹുവേ, ഏറ്റവും നല്ല ദിവസം ഏറ്റവും നല്ല അവസ്ഥയിലാക്കി തരണേ തമ്പുരാനെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ അയാളെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുകയായി, മണ്ണിട്ട് മൂടുകയായി. അപ്പോഴേക്ക് അയാളുടെ ആത്മാവതാ ഈ ശരീരവുമായി വന്ന് ബന്ധിക്കുകയാണ്. എന്റെ സഹോദര ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോശപ്പെട്ട ആത്മാവാണെങ്കിലോ മലക്കുകൾ ആത്മാവുമായി പോവുകയായി അപ്പോഴേക്ക് ഭൂമിയിലാകെ ദുർഗന്ധം വമിക്കുകയായി. ഈ ആത്മാവുമായി ഒന്നാം ആകാശത്തിന്റെ കവാടത്തിലെത്തും. മലക്കുകൾ ആകാശത്തിന്റെ കവാടം തുറക്കാൻ ആവശ്യപ്പെടും. അവർ ചോദിക്കും, ആരാ? ജിബ്രീൽ അലൈഹിസ്സലാമേ. ഇത് ഭൂമിയിൽ വെച്ച് പരിചയപ്പെടുത്തപ്പെടുന്ന ഏറ്റവും മോശപ്പെട്ട പേര് കൊണ്ടാണ് അയാൾ പരിചയപ്പെടുത്തപ്പെടുക. ആ സമയത്ത് മലക്കുകൾ പറയും, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ആകാശത്തിന്റെ കവാടങ്ങൾ ഈ തമ്മാടികൾക്ക് വേണ്ടി തുറക്കപ്പെടില്ല. അവരുടെ സ്വർഗത്തിൽ കടക്കാനും പോകുന്നില്ല. അപ്പോഴേക്കതാ ആത്മാവുമായി പോകുന്ന മലക്കുകൾ ദേഷ്യം പിടിക്കുകയായി. ഈ ആത്മാവിനെ ഭൂമിയിലേക്ക് ഒരൊറ്റേറാണത്ര എന്റെ സഹോദരങ്ങളെ. അപ്പോഴേക്ക് ഈ ആത്മാവതാ ഈ മരിച്ച മനുഷ്യനെ അയാളെ വീട്ടിൽ നിന്ന് കുളിപ്പിച്ചോ, കഫൻ ചെയ്തോ, മയ്യിത്ത് കട്ടിലിൽ വെച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്തൊരു യാത്രയാണത്. കെട്ടോകൾ മോനം കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. കെട്ടോകൾ മോനം കെട്ടി കട്ടിയിൽ നിന്നെയുമേറ്റി ഒരു ദീനമുണ്ടോരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ടം തൂണി ചുറ്റി മുറിയാതെ കയറും ചൊല്ലി ഖബറിലേക്കുള്ള ഒരു പോക്ക് ഖൽബിൽ നീ ഓർത്തുന്ന നോക്ക. കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാളം കാവലിൽ നിർത്തി നാട് ഭരിച്ചോരു മന്നാൻ, നാളെ നീയും ഒരു പിടി മണ്ണാൻ, നാളെ നീയും ഒരു പിടി മണ്ണാൻ. മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ വീട്ടിൽ നിന്നതാ അളാണ് അയാളെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുകയായി. അപ്പോഴേക്ക് വീട്ടിൽ ഭാര്യയും മക്കളും പിന്നെയും കൂക്കി ആർത്ത് വിളിക്കുകയായി, കരച്ചില. എന്റെ സഹോദര, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞു ഇല്ലേ? ഏതൊരു വീട്ടിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന ചോദ്യം ഒന്നേ ഒന്നാണ്, എപ്പോഴാ മയ്യത്തെടുക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പിന്നെ ചോദിക്കുന്ന ചോദ്യം എപ്പോഴാ മയ്യത്തെടുക്കുന്നത്? ചില ആളുകൾ പറഞ്ഞു മോന് വരാനുണ്ട്. അപ്പൊ വേറെ ചില ആളുകൾ എന്തിന് മോനെ കാത്തിരിക്കണം, വേഗം മയ്യത്തെടുത്തുകൂടെ എന്നായി മറ്റു ചില ആളുകളുടെ ചോദ്യം. ഈ ചോദ്യം ഇങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, അപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അപ്പോഴേ കാർത്തു കരച്ചിലായി. മയ്യത്തതാ കഫം ചെയ്യാൻ കൊണ്ടുവന്നു. കഫം ചെയ്തിരിക്കുകയാണ്. മുഖത്തതാ അവസാനമായി കഫം തുണി വെക്കാൻ പോകുന്നു. മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുണ്ട്, ചെവികളിൽ പഞ്ഞി വെച്ചിട്ടുണ്ട്, മുഖത്ത് പഞ്ഞി വെച്ചിട്ടുണ്ട്. അവസാനമായി കഫം തുണി മുഖത്തേക്ക് വരിഞ്ഞുകെട്ടാൻ പോകുന്നതിന് മുമ്പായി ഭാര്യയ്ക്ക് അവസാനമായി ഒന്ന് കാണിക്കാൻ ഭാര്യയെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരികയാണ്. ഭാര്യയെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് ഭാര്യക്കതാ മുഖം കാണിക്കുന്ന സമയമാണ്. ഉലകത്തിൽ തണി എനിക്കാരെന്ന്, ഉലകത്തിൽ തണി എനിക്കാരെന്ന് പെണ്ണതാ പൊട്ടിക്കരയുകയായി. മക്കൾ ഓരോരുത്തരെയും താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ആർത്തു കരയുകയായി, വാവിട്ട് കരച്ചിലായി. ഞാൻ ഇന്നും മറന്നു പോകാത്തൊരു രംഗമുണ്ട് എന്റെ സഹോദര. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. 60 വയസ്സുള്ളവന്റെ വാപ്പ ജീവിച്ചിരിക്കുകയാണ്. മയ്യത്ത് കാണിക്കാൻ ആ വാപ്പയെ കൊണ്ടുവന്ന രംഗം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് അയാളെ കൊണ്ടുവന്നത് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന്
മകനെ നോക്കിയ പാടെ വാപ്പ പറയുകയാണ്, ഞാനും കയറി കിടക്കട്ടെ എന്റെ മോന്റെ കൂടെ. മോനില്ലാതെ എന്ത് ജീവിതം? ആകെ ജീവിതത്തിന് തണലായി കണ്ട മോന് കടന്നു പോകുന്നത്. ഇയാൾ പിടിച്ചവരിൽ നിന്ന് കൊതറി മയ്യിത്ത് കട്ടിലിലേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ്. ആളുകൾ പിടിച്ചു വെക്കുകയാണ്. ആ മയ്യത്തിനെ അയാളെ മയ്യത്തിന്റെ കൂടെ കൊണ്ടുപോയത്, താങ്ങി പിടിച്ചാ കൊണ്ടുപോയത്. പള്ളിയിലെത്തി നിസ്കരിക്കേണ്ട ആൾ ഇയാളാണ്, വാപ്പയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. വാപ്പക്ക് സ്വബോധം പോലുമില്ല. എന്റെ പ്രിയമുള്ള സഹോദര, കൂട്ടക്കരച്ചിലാണ്. ആര് കരഞ്ഞാലും ഉപ്പാ നിങ്ങൾ എങ്ങോട്ട് പോകുന്നുവെന്ന് മക്കൾ വിളിക്കുന്നുണ്ട്. വിളിക്കുത്തരമില്ല. മയ്യിത്തുകട്ടിലേക്ക് കയറ്റിവെച്ചു. ഒരു പോക്കാണ്. എന്തൊരു പോക്കാണത്! എന്തൊരു സ്പീഡാണ് ആ പോക്കിന്! വല്ലാത്തൊരു പോക്കാണ് എന്റെ സഹോദര. എങ്ങോട്ട്? പള്ളിക്കാട്ടിലേക്ക്. നേരെ പള്ളിയിൽ ചെല്ലുകയായി. നിസ്കാരം കഴിഞ്ഞു. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ എന്റെ സഹോദര, വിഷയത്തിലേക്ക് കടന്നു വരാനാ ഞാൻ ആമുഖമായി 4-5 കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ മുമ്പിൽ ഇനിയുള്ള ഏറ്റവും വലിയ വിഷയം ഏതാണെന്ന് ചിന്തിക്കണം. 5 വയസ്സുള്ള മകൾ 18 വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിപ്പിക്കാൻ പൊന്നു വേണ്ടേ എന്നതല്ല വിഷയം എന്റെ സഹോദര. അതിനു മുമ്പേ നമ്മൾ പോയി കിടക്കേണ്ട ഖബറുണ്ട്. ആ ഖബറിന് വേണ്ടി നമ്മൾ എന്ത് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്? അതാണ് ഏറ്റവും വലിയ വിഷയം എന്റെ സഹോദര. നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ? കീശേരി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളെയൊക്കെ കണ്ടപ്പോ വിവാഹം കഴിക്കാതെ വിഭാര്യനായി കഴിഞ്ഞുകൂടിയ ആൾ എങ്ങനെ അതിന് കഴിയുന്നു? ഞാൻ ചോദിക്കട്ടെ, മരണമെന്ന വിഷയം ഖൽബിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അയാൾക്ക് ഭൂമിയിൽ എന്ത് സുഖമാ ലഭിക്കുക? എന്ത് അഭിരുചിയാണ് അയാൾക്കുണ്ടാവുക? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി പറയുകയാണതാ, മയ്യിത്ത് പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള രംഗമാ റസൂലുള്ള പറയുന്നത്. ഈ മയ്യിത്ത് ഖബറിലേക്ക് കൊണ്ടുവരികയാണ് വീട്ടിൽ നിന്ന്. അപ്പോ നല്ല മയ്യിത്താണെങ്കിൽ വിളിച്ചു പറയുമത്രേ, എന്നെ വേഗം കൊണ്ടുപോകണേ. മോശപ്പെട്ട മയ്യിത്താണോ? അയാൾ വിളിച്ചു പറയുന്നുണ്ടാകും, എന്നെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വിട്ടേച്ചു പോകൂ നിങ്ങളെന്നെ, വിട്ടേച്ചു പോകൂ നിങ്ങളെന്നെ, നിങ്ങളെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്നയാൾ ആർത്തു കരയുന്നുണ്ടാകും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാവർക്കും ഇത് കേൾക്കാൻ കഴിയുമത്രേ. മനുഷ്യനല്ലാഹു ഇത് കേൾക്കാനുള്ള കഴിവ് കൊടുത്തില്ല. എന്തേ കാരണം? അതങ്ങാനും കേട്ടിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദര, കേൾക്കുന്നവർ ഹൃദയം പൊട്ടി മരിച്ചുപോയേനെ. അങ്ങനെ അതാ പള്ളിയിലെത്തി. പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞു. പള്ളിക്കാട്ടിലേക്ക് മയ്യിത്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഖബറിന്റെ അടുക്കേക്ക് മയ്യിത്ത് എത്തുകയാണ്. ഖബറതാ തമ്മാടിയാണ് ആളെങ്കിൽ ഖബറിങ്ങനെ ഇളകി വശാകുന്നുണ്ടാകുമത്രേ. ഖബർ പറയുമത്രേടാ തമ്മാടി, ഇങ്ങ് വാടാ, നിന്നെ കാത്തിരിക്കുകയായിരുന്നടാ ഞാൻ ഇത്രയും ദിവസം. നീ എവിടെയായിരുന്നു? എന്റെ റബ്ബിനെ ധിക്കരിച്ചവനെ, ഇങ്ങ് വാടാ എന്ന് ഖബർ വിളിച്ചു പറയുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ കഴിയും എന്റെ സഹോദര, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമുക്കൊരു സംശയം, എന്താ ഭൂമി എങ്ങനെ സംസാരിക്കാനെന്താ? കേട്ടോളൂ വന്നാൽ വിശുദ്ധമായ ഖുർആന്, യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് പുണ്യനബി സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ അതദ്റൂന മാ അഖ്ബാറുഹാ, ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ. പുണ്യനബി പറഞ്ഞു, സ്വഹാബ ഭൂമിയുടെ മുകളിൽ വെച്ച് മനുഷ്യർ ചെയ്ത കാര്യങ്ങളൊക്കെ ഭൂമി വിളിച്ചു പറയും എന്റെ സ്വഹാബ.
ഭൂമിക്ക് സംസാര ശേഷിയുണ്ട് എന്റെ സഹോദര. ഭൂമി ഖബറിലേക്കതാ, ഖബറിന്റെ അടുത്തേക്ക് മയ്യിത്തെത്തുമ്പോൾ തമ്മാടിയാണ് ഈ മയ്യിത്തെങ്കിൽ ഖബറിങ്ങനെ ഇളകി വശായി പറയുമത്രേ, എടാ തമ്മാടി ഇങ്ങ് വാടാ, നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് കേൾക്കണോ, പുണ്യ നബി മുഹമ്മദ് മുസ്തഫ വിശദമായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ഓർമ്മപ്പെടുത്തൽ മാത്രം. എന്റെ പെങ്ങളെ, അല്ലാഹുവിനെ മറന്നു പോകുമ്പോൾ ഖൽബിലെ കാഞ്ഞു തിറക്കേണ്ട ചില കാര്യങ്ങളാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ജീവിതം വഴിവിട്ടു പോകാതിരിക്കാൻ ഇതോർക്കലാ നല്ലതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് അയാളെ താഴ്ത്തി വെക്കുകയായി. ഖബറിലേക്കതാ അയാളെ താഴ്ത്തി വെക്കുകയാണ്. ഏതാണ് രംഗമെന്നറിയുമോ? ഖബറിങ്ങനെ വിളിച്ചു പറയുമ്പോഴാ ഖബറിലേക്ക് അയാളെ താഴ്ത്തി വെക്കുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ഭൂമി മനുഷ്യനോട് പറയുന്നുണ്ടത്രേ, ഭൂമിയിലൂടെ നടന്നു പോകുന്നവനോട്, ഓ ഇബ്നു ആദം, ഓ മനുഷ്യ, നീ അധികം ചിരിക്കരുതോ, നീ എന്റെ അകത്തളങ്ങളിൽ വന്ന് കരയേണ്ട ആളാ. ഇബ്നു ആദം ലാ തളഹക അലാ ലഹരി, എന്റെ മുഖത്ത് വെച്ചു വല്ലാതെ ചിരിക്കണ്ട. വസതബ്കി ഫീ ബത്നി, എന്റെ അകത്തളത്തിൽ കിടന്ന് നീ കരഞ്ഞു, നീ പൊട്ടിക്കരയേണ്ടി വരും, അതുകൊണ്ട് വല്ലാതെ ചിരിക്കണ്ട. സതസ്തഫറഹു അലാ ലഹരി, നീ എന്റെ മുകളിൽ വെച്ച് സന്തോഷിച്ചുല്ലസിക്കുകയാണത്രേ. അല്ലേ വതതഹസ്സുനു ഫീ ബത്നി, എന്റെ അകത്തളങ്ങളിൽ കിടന്ന് നീ ദുഃഖിക്കേണ്ടി വരും. ഭൂമി വിളിച്ചു പറയുന്നുണ്ടത്രേ. ഭൂമിയുടെ കേൾക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഈ ഭൂമിയിലേക്കാണ്, ഖബറിലേക്കാണ് അവരെ താഴ്ത്തുന്നത്. താഴ്ത്തിയിട്ടോ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകളതാ മൂടുകല്ലെടുത്തു വെക്കുകയായി. ചിന്തിക്കണം എന്റെ സഹോദര, പിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരവില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു പോയൊരു സംഗതി, പിന്നെ ഭൂമുഖത്തേക്ക് വരവില്ല, പിന്നെ നമ്മൾ ഈ കണ്ട ലോകത്തേക്ക് നമ്മൾ തിരിച്ചു വരവില്ല. ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുകയായി. എന്താ ഖബറിന്റെ സ്ഥിതി എന്നറിയുമോ? ഒരാൾക്ക് പോലും ശരിക്കും മലർന്ന് കിടക്കാൻ സ്ഥലമില്ലവിടെ. മുഖം ഖിബിലയിലേക്ക് ചരിച്ചാണ് എന്റെ സഹോദര കിടത്താറുള്ളത്. ആ ചെരിഞ്ഞു കിടത്തം തന്നെ ഇതുവരെ فإذا نفخ فيه أخرى فإذا هم قيام ينظرون. സൂറന്ന കാഹളത്തിൽ രണ്ടാമത്തെ തോതുന്നവരെ ആ ചെരിഞ്ഞു കിടത്തം തന്നെ. ചോദിക്കട്ടെ നിങ്ങളോട്, സാധാരണഗതിയിൽ നമ്മൾ കിടക്കുന്ന സമയം ഒരു ഭാഗത്തേക്ക് തടന്നാൽ കുറെ സമയം കഴിഞ്ഞാൽ നമ്മൾ മാറിക്കിടക്കാറുണ്ട്. കേൾക്കണോ നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെ അതേ കിടത്തമാ. ചെരിച്ചങ്ങ് കിടത്തുകയായി, മൂടുകൾ എടുത്തു വെക്കുകയാണ്. ചിന്തിക്കണം, വാപ്പയാണ് മക്കൾ കിടത്തിയത്, ചുറ്റുഭാഗത്തും മക്കൾ നിൽക്കുന്നുണ്ട്. ഇനി വാപ്പയെ മക്കളോ, മക്കളെ വാപ്പയോ കാണില്ല. ഭാര്യയെ ഭർത്താവ് പിന്നെ കാണില്ല, ഭർത്താവിനെ ഭാര്യ കാണില്ല. ചിന്തിക്കണേ, മക്കളെയാണ് കിടത്തിയത്, ആ മകനെ ഇനി മാതാപിതാക്കൾ കാണില്ല. കിടത്തിക്കഴിഞ്ഞോ ചുറ്റുഭാഗത്തും ഇരിക്കുന്നകൾ മേലെ മൂടുകൾ എടുത്തു വെക്കുകയായി. എന്നിട്ടോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. 3 പിടി മണ്ണ് വലിച്ചു വാരിയെറിയുകയായി. ആരെയാ കിടത്തിയത്? ഈ നാട് വിറപ്പിച്ച നാട്ടിന്റെ പൗരപ്രമുഖനെയാ കിടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ്, മഹല്ലു ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയാ, നാട്ടിൽ വേണ്ടപ്പെട്ട ആളാ. ഒന്നുകിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ നാട്ടിലെ പോക്കിരിയാണ്, അയാളെയാ കൊണ്ടുപോയി കിടത്തിയത്. മേലെ മൂടുകല്ലെടുത്തു വെച്ചു. എന്നിട്ടോ ഒരു ചെറിയ ദ്വാരം പോലും ബാക്കി വിട്ടില്ല എന്റെ സഹോദര. എന്തിന്? ഇനി ജീവൻ തിരിച്ചു കിട്ടിയാലൊന്ന് തിരിച്ചു വരാനോ ഇരുന്ന് ശ്വസിക്കാനോ ഒരു ചെറിയ ദ്വാരം പോലും ബാക്കി വച്ചില്ല. മുഴുവനായി മണ്ണിട്ട് മൂടുകയായി. എന്നിട്ടോ കേൾക്കണോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിലെ
നമ്മൾ ആദ്യമായി കടന്നു വന്നാൽ, കടന്നു ചെന്നാൽ നടക്കുന്ന രംഗമെന്താ കേൾക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കേട്ടോളൂ, എന്റെ പ്രിയപ്പെട്ട സഹോദരി കേട്ടോളൂ. കളിക്കണ്ട, പടച്ചറപ്പിനെ മറന്ന് കളിക്കണ്ട. ഖബറിലേക്ക് ആദ്യമായി ചെന്നാലുള്ള രംഗമെന്താ? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചുറ്റുഭാഗത്തുമുള്ള ഖബറാളികൾ സംസാരിക്കുമത്രേ, അസ്സലാമു അലൈക്കും, എന്താ എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ഇയാൾ കഴിഞ്ഞയാഴ്ചയാണ് തൊട്ടടുത്ത് മറമാടിയ ആളെ ഇയാൾ ആ ഖബറിലേക്ക് താഴ്ത്തി വെച്ചത്. അടുത്തയാൾ ചോദിക്കുമത്രേടോ, നിനക്കെന്തു പറ്റി? നീയല്ലേ കഴിഞ്ഞയാഴ്ച എന്നെ ഇവിടെ കടത്തിപ്പോയത്? നിനക്കറിയില്ലായിരുന്നടോ നിനക്കും ഇതേപോലെ അവസ്ഥ വരാനുണ്ടെന്ന്? നിനക്കറിയായിരുന്നില്ലേ? തൗബ ചെയ്താൽ മതിയായിരുന്നില്ലേ? നീ എന്തടോ തൗബ ചെയ്യാതിരുന്നത്? ചുറ്റുഭാഗത്തുമുള്ള ഖബറാളികൾ അപ്പോഴാണ് എന്റെ സഹോദര ആകെ വിഷമിച്ചിരിക്കുന്ന സമയമാ. ഖബർ ഇയാൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ഗൗരവത്തിലാ ഖബറിന്റെ സംസാരം. അപ്പോഴാ തൊട്ടുഭാഗത്തിരിക്കുന്ന ആളുകളുടെ ഈ കൊഞ്ഞനം കുത്തൽ, ഈ കുത്തി വേദനിപ്പിക്കൽ. എന്നിട്ടോ അപ്പോഴാണ് എന്റെ സഹോദര ഖബറിന്റെ മുകളിലേക്ക് മണ്ണിട്ടങ്ങ് മൂടിക്കഴിയുമ്പോഴേക്ക് ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും വന്ന് ചേരുകയാ. ആരാ ഇത് പറയുന്നത്? വിഡ്ഢിത്തമല്ല എന്റെ സഹോദര. ആരാ പറയുന്നത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബിയാ പറയുന്നത്, ലഗ്തത്തുൽ ഖബർ, ഖബറിന്റെ കൂട്ടിയിറുക്കലാണ് ഏറ്റവും വലിയ ശിക്ഷയെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യൻജു മിൻഹു സാലിഹുൻ വലാ താല, നല്ല മനുഷ്യരും മോശപ്പെട്ട മനുഷ്യരും ഒന്നും ഇതിൽ നിന്നും രക്ഷപ്പെടില്ല. എല്ലാവരെയും ഖബർ കൂട്ടിയിറുക്കുമത്രേ. പക്ഷേ നല്ല മനുഷ്യനെ എങ്ങനെയാ? സ്വാലിഹായ മനുഷ്യനെ സ്നേഹനിധിയായ ഉമ്മ ആലിംഗനം ചെയ്യുന്ന പോലെ. മോശപ്പെട്ട ആളാണെങ്കിലോ അയാളെ, തമ്മാടിയായ ആളെ വളരെ ഗൗരവത്തിലായിരിക്കും അത്രേ ഭൂമി ഖബർ കൂട്ടിയിറക്കുന്നത്. രണ്ടു ഭാഗങ്ങളും ഒന്ന് വന്ന് ചേർന്നാൽ വാരിയെല്ലുകൾ പോലും കോർത്തിണക്കപ്പെട്ടു പോകും. ഒരൊറ്റ അട്ടഹാസമാണത്രേ. ഒരൊറ്റ അട്ടഹാസമാണത്രേ. ആ അട്ടഹാസമെങ്ങാനും ഭൂമുഖത്തുള്ളവർ കേട്ടിരുന്നെങ്കിൽ കേട്ടവരൊക്കെ ഹൃദയം പൊട്ടി മരിച്ചുപോയേനെ. എന്റെ പ്രിയമുള്ള സഹോദര, നമ്മിൽ നിന്ന് മരിച്ചവരൊക്കെ ഇത് അനുഭവിച്ചു കഴിഞ്ഞവരാ. ഞാനും നിങ്ങളും അനുഭവിക്കാനിരിക്കുന്നവരാ. ഒരുപക്ഷെ ഇന്ന്, അല്ലെങ്കിൽ ഈ ആഴ്ച, അല്ലെങ്കിൽ ഈ മാസമോ ഈ വർഷമോ അടുത്ത വർഷങ്ങളിലോ ദയാലുവായ തമ്പുരാനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. ആരാ? സൈനബ ബീവി, റസൂലുള്ളാഹിന്റെ മകളാ. സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. വകാനത് ഇംറഅതൻ മുസ്തഖാമ. സൈനബ് റളിയല്ലാഹു അൻഹ എപ്പോഴും രോഗമുള്ള ഒരു പെണ്ണായിരുന്നു. റസൂലുള്ളാഹിന്റെ മോളാണ്. അപ്പോഴും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും. ഇതായിരുന്നു സൈനബ്. ആ സൈനബ വഫാത്താകുന്നത് പുണ്യ നബിയെ ഖബറടക്കം ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറടക്കം ചെയ്യുന്നതിന്റെ അടുത്ത് റസൂലുള്ളാഹി ഉണ്ട്. ഖബറടക്കം കഴിഞ്ഞപ്പോ പുണ്യ നബി ഖബറിന്റെ അടുത്ത് നിന്നു. അസാധാരണമായ രീതിയിൽ ഏറെ നേരം ദിക്റ് ചൊല്ലി ദുആ ചെയ്തു. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, എന്റെ അസാധാരണമായ രീതി അങ്ങേറെ നേരം സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുത്ത് നിന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ, എന്റെ മകളെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചപ്പോൾ ഖബറിന്റെ രണ്ടു ഭാഗങ്ങളും വന്ന് എന്റെ മോളുടെ ശരീരത്തോട് വന്നു ചേരുന്നത് ഞാൻ ചിന്തിച്ചു. സ്വഹാബാ, അത് ശിക്ഷയാവാതിരിക്കാൻ എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുകയായിരുന്നു. സ്വഹാബാ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് എന്റെ സഹോദരങ്ങളെ ഖബറിന്റെ ഒരു രംഗം. അപ്പോഴേ കഥാ ചുറ്റുഭാഗത്ത് ഇരിക്കുന്ന ആളുകൾ ഖബർ മൂടിക്കഴിഞ്ഞു. ഫാത്തിഹ വിളിച്ചു, യാസീൻ ഓതി ദുആ ചെയ്യുകയാണ്. ദുആ കഴിഞ്ഞപ്പോഴേ കഥാ ഖബറിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ദുആ കഴിഞ്ഞ് പിരിയുകയായി. വാപ്പക്ക് അവസാനമായി സലാം, സലാമു അലൈക യാ അബി, സുഹൃത്തിന് സലാം, സലാമു അലൈക യാ അഖി. സുഹൃത്തുമായുള്ള സൗഹൃദ ബന്ധം അവസാനിച്ചു. അവൻ തിരിച്ചുപോയി. ഇവൻ ഒറ്റക്കാണ് പള്ളിക്കാട്ടിൽ. ഏതുവരെ അല്ലാഹു അലം, പടച്ച റബ്ബിനെ മാത്രം അറിയാവുന്ന കാലം വരെ. അവസാനമായി സലാം, ഉമ്മാക്ക് സലാം, അസ്സലാമു അലൈക്കും. തിരിഞ്ഞു പോന്നു. 3 അടി അങ്ങ് വച്ചാൽ 3 അടി അങ്ങ് വെക്കുമ്പോഴേക്ക് ഖബറിലേക്കതാ 2 മലക്കുകൾ കടന്നു വരികയാണ്. മുൻകർ നകീർ അലൈഹിമസ്സലാം. അവർ രണ്ടുപേരുടെയും രൂപം വളരെ ഭീകരമായിരിക്കുമത്രേ. മോശപ്പെട്ട ആളാണ് മയ്യിത്തെങ്കിൽ വളരെ ഭീകരമായ രൂപത്തിൽ ആ 2 പേരും കടന്നു വരുന്നത്. അവരിലേക്കങ്ങ് കടന്നു വരും. അവരുടെ കണ്ണിൽ നിന്ന് തീജ്വാല പാറുന്നുണ്ടാകും, തീജ്വാലകൾ പുറത്തു വരുന്നുണ്ടാകും. പല്ലുകൾ മുൻപോട്ട് ധരിച്ചിരിക്കുന്ന പോലെ, മുടിയാണെങ്കിലോ നിലം വരെ തൊടുന്ന രീതിയിലുള്ള മുടി കറുത്തിരണ്ട രൂപത്തിലെ മോശപ്പെട്ട ആളുടെ അടുത്തേക്ക് അവർ വരുന്നത്. ഇയാൾ ഒറ്റക്കാൺ. എന്നത്തെ കാര്യം ഞാൻ പറഞ്ഞെന്നറിയ 10 കൊല്ലം മുമ്പല്ല. നാളെ നമ്മൾ ഈ പറയുന്ന വാഴു പറയുന്ന സമയമാകുന്നതിന് മുമ്പ് ആകുമ്പോഴേ ജീവിതത്തിൽ ഇത് അനുഭവിക്കേണ്ട എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അലം, അല്ലാഹു അലം. റബ്ബേ കരുണ ചെയ്യണേ തമ്പുരാനെ. പടച്ചോനെ, ഒന്നുമില്ല, ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല, കയ്യിലില്ല. ഖബറിലേക്ക് നിന്നിലുള്ള പ്രതീക്ഷയല്ലാതെ അത് പറയാൻ, ദുആ ചെയ്യാൻ റബ്ബേ അതിനാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ദയാലുവായ തമ്പുരാനെ, ജീവിതത്തിൽ വന്നതൊക്കെ നീ പൊറുത്തു തരണേ അല്ലാഹ്. നീയല്ലാതെ അത് പൊറുത്തു തരാൻ റബ്ബേ നീ തന്നെയല്ല പറഞ്ഞത്. ഭൂമിയിലെ ഒരു മനുഷ്യനും തെറ്റു ചെയ്തില്ലെങ്കിൽ ഭൂമിയിലെ മനുഷ്യനെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളഞ്ഞ് തെറ്റു ചെയ്യുന്നൊരു വിഭാഗത്തെ, എന്നിട്ട് കരഞ്ഞ് തൗബ ചെയ്യുന്നൊരു വിഭാഗത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് പടച്ചോനെ, അതാണാകെ പ്രതീക്ഷ. അല്ലാഹുവേ, നിന്റെ ആ വാക്കാണാകെ മനസ്സമാധാനം നൽകുന്നത്. ദയാലുവായ അല്ലാഹ്, ഞാൻ പലപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചിന്തിക്കാറുണ്ട്, സ്നേഹനിധിയായ എന്റെ മോളെ കാണുമ്പോ, എന്റെ മോൾ വന്ന് എന്റെ മോളോട് സലാം ചൊല്ലി പിരിയുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, പടച്ചോനെ ഈ ഇറക്കം ഇത് അവസാനത്തെ കാഴ്ചയാകുമോ? എന്റെ മോന്റെ കൈ പിടിച്ചു സലാം ചൊല്ലുമ്പോ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, ഇനി മയ്യിത്താകുമോ വീട്ടിലേക്ക് വരുന്നത് എന്ന്. എന്റെ പ്രിയമുള്ള സഹോദര, ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുകയാണ്. 3 അടി അങ്ങ് പിരിയുമ്പോഴേക്ക് മുൻകർ നകീർ അലൈഹിമസ്സലാം വരുന്നു. ഇയാളെ പിടിച്ചിരുത്തുകയായി. എന്താ ഇയാളോട്? ഇയാളെ ഹിസാബ് നടത്തുകയാണ്. 1-ാം വിചാരണയാണിത്. 1-ാം വിചാരണയാണിത്. ഖബറിലുള്ള വിചാരണയാ. ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഈ വർഷം ഒക്ടോബർ 16-ാം തീയതി ഖബറിലേക്ക് പോകേണ്ട ആളാണ്. അയാൾ ഇരുന്നിട്ട് വീട് നിർമ്മിച്ച അയാൾ കണക്ക് കൂട്ടുകയാണ്. ഡിസംബർ 26-ന് വീട്ടിൽ കൂടണം. ഒക്ടോബർ 16-ന് ഖബറിൽ പോയി കൂടണമെന്ന് അല്ലാഹു തീരുമാനിച്ച മനുഷ്യൻ 2013 ഡിസംബർ 26-ന് വീട്ടിൽ കൂടണമെന്നാണ് അയാളുടെ തീരുമാനം. പടച്ച റബ്ബിന്റെ തീരുമാനത്തിന് മുമ്പേയാണ്. നിങ്ങൾ ആലോചിക്കണം, വിചാരണ അടുത്തിരിക്കുകയാണ്. മുൻകർ നകീർ വരും, പിടിച്ചിരുത്തും, ചോദിക്കും. കുറെ ചോദ്യം ഉണ്ടെന്നാ. മർറബ്ബുക്, ആരടാ നിന്റെ റബ്ബ്? ആരടാ നിന്റെ റബ്ബ്? മുഅ്മിനാണ് ആണെങ്കിൽ അയാൾ പറയും അത്രേ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാ. മോശപ്പെട്ട ആളാണെങ്കിലോ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല.
അപ്പോഴേക്കതാ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് പീഡനമായി. രണ്ടാമത്തെ ചോദ്യം, അമൻ നബിയുക്, ആരാ നിന്റെ നബി? മുഅ്മിനാണെങ്കിൽ മറുപടി പറയും നിന്റെ നബി ഹബീബായ റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദാൻ എന്ന് മറുപടി പറയും. ഉടനെ ചോദ്യം, അമൻ ദീനുക്, നിന്റെ ദീനേതടോ? അവൻ മുഅ്മിനായ മനുഷ്യൻ മറുപടി പറയും ദീനിയൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണ്. അത് പറയാൻ കഴിയില്ല. ആർക്കറിയോ? ഇസ്ലാം അനുസരിച്ച് ജീവിച്ചോനാ. ഇസ്ലാം അല്ലാത്തവനെ പിന്തുടർന്നവനാണെങ്കിൽ ഓൻ പറയെന്താ, ഞാൻ അനുകരിച്ചതൊക്കെ ആരെയെന്നറിയോ? ഞാൻ അനുകരിച്ച് നിന്റെ നബി ആരടാന്ന് ചോദിക്കുമ്പോ ഓൻ പറയെന്തറിയോ? ചിലപ്പോ പറയും എന്റെ നബി മറഡോണയെന്ന് പറയും. കണ്ണൂരിൽ മറഡോണ വന്നപ്പോ വമ്പൻ ജനായിരുന്നു. വമ്പൻ ജനൻ. കേരളത്തിലെ പ്രഗത്ഭനായ ഒരാൾ പറഞ്ഞിട്ട് പ്രസംഗിച്ചെന്തറിയോ? കൺകണ്ട ദൈവം എന്നായി. കൺകണ്ട ദൈവം. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പ്രസംഗം പറഞ്ഞത് കൺകണ്ട ദൈവം എന്നാ. കൺകണ്ട ദൈവം ഉണ്ടോ മുഅ്മിന്? അല്ലാഹു അല്ലാതെ, പടച്ച റബ്ബല്ലാതെ. ഒമൻ നബിയുക്, ആരടാ നിന്റെ നബി? നിന്റെ ദീനേതായിരുന്നടാ? മതം അംഗീകരിച്ച് ജീവിച്ചവനെ മറുപടി പറയാൻ പറ്റുള്ളൂ ദീനിയൽ ഇസ്ലാം. ഉടനെ ചോദിക്കുന്നു, വമൻ ഇമാമുക്, നിന്റെ ഇമാം ആരായിരുന്നടോ? നീ ആരെയാണടോ മുന്നിൽ നിർത്തിയത്? ഭയങ്കര ചോദ്യം. നീ ആരെയായിരുന്നതോ മുമ്പിൽ നിർത്തിയത്? മുഅ്മിനാണെങ്കിൽ അവനെ പറയും ഇമാമി അൽ ഖുർആനു ഇമാമി, ഖുർആനായിരുന്നു എന്റെ ഇമാം. ഇന്നത്തെ ആൾക്കാർക്ക് പറയാൻ കഴിയുമെന്ന് വലിയ സംശയമാണ്. അല്ലാഹു പറയാൻ തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ജനതക്ക് പറയാൻ കഴിയും. കാരണം മഗ്രിബ് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഖുർആനായിരുന്നു. നീ മുമ്പിൽ നിർത്തിയത് ആരെന്ന് വെച്ചാൽ നീ മുമ്പിൽ ഇപ്പോഴും കണ്ടിരുന്നത് ആരെയെന്ന ഒരു ചോദ്യം. അൽ ഖുർആനു ഇമാമി. ഇന്ന് ഇശാ മഗ്രിബിന്റെ ഇടയിൽ പഴയകാലത്തെ ജനസമൂഹം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന സമയത്താണ് ഏറ്റവും നല്ല സമയമായി ഇശാ മഗ്രിബിന്റെ ഇടയിൽ. ഈ വയലിന്റെ ഇടയ്ക്കൊരു ദിവസം ഞാനൊരു സ്ഥലത്ത് പോയല്ലോ വയല് പറയാൻ. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. 13-ാം തീയതി അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് കൊടുവള്ളിയിൽ ഭയങ്കര വാഹനത്തിരക്ക്. ഞാൻ കരുതി കുറ്റിക്കാട്ടൂരിലെ ഒരു പ്രഭാഷണം പോലെ അവിടെയും പ്രഭാഷണമുണ്ടോ? അപ്പൊ പ്രഭാഷണമല്ല, അത് ഫുട്ബോൾ കളിയാണ്. മഗ്രിബിന് ശേഷം ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ, മഗ്രിബിന് ശേഷം ഫുട്ബോൾ കാണാൻ ഓടുകയാണവൻ. വമൻ ഇമാമുക്, ആരടാ നീ മുമ്പിൽ നിർത്തിയതെന്ന് പടച്ച തമ്പുരാൻ ചോദിക്കും. ഉമ്മമാരെ, പെട്ടിയുടെ മുമ്പിലിരുന്നിട്ട് വെറുതെ അനാവശ്യങ്ങൾ കാണണ്ട. വെറുതെയല്ലൊരു ഭാര്യ, ഒരു പരിപാടിയാണ് അത്ര. എന്നിട്ട് ഇരുന്നിട്ടതാ അങ്ങനെ കാണുക. ഇരുന്നിട്ട് അങ്ങനെ ചാനലുകൾ മത്സരിക്കുകയാണ്. ഒന്നൊന്നിനെ തകർക്കാനായി മത്സരിക്കുകയാണ്. ഞാനിപ്പോ കണ്ടു വലിയ ഇസ്ലാമും ദീനൊക്കെ പറഞ്ഞ ഒരാൾക്കാരെ ചാനലിന്റെ മുഖമുദ്ര തന്നെ പെണ്ണ ഫോട്ടോ. എല്ലായിടത്തും പെണ്ണ. നിങ്ങളാരും വിചാരിക്കണ്ട, ഞാൻ തന്നെയാണ് വിചാരിച്ചാൽ മതി. വിചാരിച്ചാൽ മതി, ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് കാണാം റോഡ് സൈഡിലൊക്കെ വെച്ചത് പെണ്ണ. ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം? ഖുർആനു ഇമാമി, അൽ ഖുർആനു ഇമാമി. ആ ചാനലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെണ്ണിനെ ഉയർത്തിക്കാട്ടിയൊരു സംസ്കാരം ഇസ്ലാമിനുണ്ടോ? പെണ്ണിനെ ഉയർത്തിക്കാട്ടിയിട്ടൊരു സംസ്കാരം ഇസ്ലാമിനുണ്ടോ? പറയണ്ട സഹോദര. വമൻ ഇമാമുക്, ആരായിരുന്നടോ നിന്റെ ഇമാം എന്ന് ചോദിക്കും. ഒരു സംസ്കാരമാണെങ്കിൽ ആ പെണ്ണിനൊരു തട്ടെങ്കിലും ഇട്ടെടുത്തുണ്ടായിരുന്നില്ലേ? ആ പെണ്ണിനൊരു തട്ടമ്പെങ്കിലും. അല്ലാഹുവേ, പടച്ചോനെ, വഴികേടിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ആരായിരുന്നടോ നിന്റെ ഇമാം? അൽ ഖുർആനു ഇമാമി. ഖുർആനുമായി ബന്ധമുള്ള ആളുകൾ പറയും ഖുർആനായിരുന്നു എന്റെ ഇമാം. ചോദ്യം, പിന്നൊരു ചോദ്യം ഉണ്ട്. വമൻ ഇഖ്വാനുക്, ആരായിരുന്നടോ നിന്റെ സുഹൃത്തുക്കൾ? ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചോളി, എല്ലാരും ചങ്ങായിമാരാക്കണ്ട. ഒരു ചോദ്യാണ്. വമൻ ഇഖ്വാനുക്, ആരായിരുന്നടോ ഭൂമിയിൽ നിന്റെ സുഹൃത്ത്? ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, ഞാൻ അവന്റെ കൂടെ കൂടാന്നെ കമ്പനിക്കാ, അവന്റെ സ്വഭാവം ഒന്നും ഇന്നിരില്ല, മോശമാണ്. ചോദിക്കും വമൻ ഇഖ്വാനുക്, ആരായിരുന്നടോ നിന്റെ സുഹൃത്തുക്കൾ? മുഅ്മിൻ മറുപടി പറയുകയാണ് അൽ മുഅ്മിനൂന ഇഖ്വാനി, മുഅ്മിനീങ്ങളായിരുന്നു എന്റെ സുഹൃത്തുക്കൾ. ഇപ്പൊ ഞമ്മക്കൊക്കെ പറയുന്നത് എന്റെ സുഹൃത്തുക്കൾ ആരായിരുന്നു? ഞാൻ സ്നേഹിച്ച ചങ്ങായിമാര്, സംസുലനമ, കന്നത്തുസ്താദ്, മൊഹീദ്ദീൻ ഷെയ്ഖ്, ഇഫായി ഷെയ്ഖ്, ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ. ഇതുകൊണ്ടാണ് സ്നേഹല്ലേ. പടച്ചോനാന്നാരാ പറഞ്ഞേ?
ഇവരൊക്കെ റബ്ബാണെന്ന് ആര് പറഞ്ഞു? സ്നേഹം എന്റെ സഹോദര. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. കണ്ടോ, മുൻകഴിഞ്ഞു പോയ ആളുകളെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് ഇഖ്വാൻ എന്നാ ഖുർആൻ പ്രയോഗിച്ചത്. വമൻ ഇഖ്വാനുക, ആരായിരുന്നടോ നിന്റെ സുഹൃത്തുക്കൾ? ചോദ്യമാണ്. അല്ല, ഇപ്പൊ പറയും അൽ മുഅ്മിനൂന ഇഖ്വാനി. അടുത്ത ചോദ്യം വമൻ അഖവാതുക, ആരായിരുന്നടോ നിന്റെ ചങ്ങാതിച്ചികൾ, നിന്റെ സുഹൃത്തുക്കൾ ആരായിരുന്നു? വൽ മുഅ്മിനാതു അഖവാതി, മുഅ്മിനത്തുകളായിരുന്നു എന്റെ സുഹൃത്തുക്കൾ, സഹോദരിമാർ. ആര്? നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദബിയ, ഖദീജത്തുൽ കുബറ, ഐഷത്തുൽ തഹറാ റളിയല്ലാഹു അൻഹുന്ന. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ എന്താ പറയാ? പണ്ടത്തന്മാരെ കോലിൽ അനുകരിച്ച് ജീവിച്ചല്ലേ? അല്ലേ? പുറത്തിറങ്ങില്ല, ഒരന്യ പുരുഷനെ കണ്ടിട്ടില്ല, അവരൊക്കെ അനുകരിച്ചത്. എന്നാൽ ഇന്നത്തെ പെൺകുട്ടികളോ? ഓല് സാനിയ മിർസന്റെ ആളാ. ഒമൻ അഖ്വാതുക, ചോദ്യമുണ്ട്. ഒമൻ അഖവാതുക, ചോദ്യമുണ്ട്. നീ ആരുടെ ആളായിരുന്നടി? ഞാൻ മീര ജാസ്മിന്റെ ആളായിരുന്നുവെന്ന് പറയണോ? നഫീസത്തുൽ മിസ്രിയയുടെ കൂടെയായിരുന്നു ഞാൻ മാനസികമായെന്ന് പറയണോ? നമ്മൾ തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ കുറെ ചോദ്യങ്ങളാ. വിശ്വാസപരമായ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളിലേക്കായി കടക്കുന്നത്. എത്ര ദിവസ ചോദ്യം? ചില മഹാന്മാർ രേഖപ്പെടുത്തുന്ന 40 ദിവസമാണ് അത്രേ. ചൊനെ റബ്ബേ, അല്ലാഹുവേ, റബ്ബേ, ഒരു പോലീസുകാരന് കണ്ണുറ്റുമ്പോഴേക്ക് പേടിക്കുന്ന ഞങ്ങൾ എങ്ങനെ ഒറ്റക്ക് നിന്ന് ഈ രംഗം നേരിടും തമ്പുരാനെ? അല്ലാഹുവേ, നീ കരുണ ചെയ്യണേ അല്ലാ. 40 ദിവസം. ഞാൻ കേട്ടു ഒരാളെ കുറിച്ച്, എന്തേ കോടതിയിൽ ജാമ്യം കൊടുത്തു. കോടതി എന്നിട്ട് പറഞ്ഞു എല്ലാ ആഴ്ചയും ഒന്ന് ഒപ്പിടണം എന്ന് പറഞ്ഞു. 3-ാമത്തെ മാസം ചെന്നപ്പോ ഇവര് പറയണത്രേ, ജഡ്ജി, ബഹുമാനപ്പെട്ട ജഡ്ജി, ഈ വന്ന് ഒപ്പിടുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. രണ്ടാലൊന്ന് തീരുമാനിച്ചാലേ നിങ്ങൾ എന്ത് വിധിച്ചാലും ഞങ്ങൾ കേട്ടോളാം. ഇത് ഞങ്ങളെ ക്രൂശിക്കുകയാണ്. എന്താ ഇതിങ്ങനെ ഒപ്പിട്ട് പോകുന്ന സമയമൊക്കെ അപ്പൊ അങ്ങനെ ചിന്തിക്കുക, എന്തായിരിക്കും വിധി. ഇതാണ് സ്ഥിതി, ഭൂമിയിലെ സ്ഥിതി. അപ്പൊ പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കേരളത്തിൽ പ്രമാദമായ 2 കൊലപാതകം നടന്നില്ലേ? ഒരു കൊലപാതകത്തോടുകൂടെ കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നില്ല, ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട കുറെ ആൾക്കാരെ തെരഞ്ഞല്ലോ, പോലീസ് തെരഞ്ഞില്ലേ? പ്രഗത്ഭരായ ആളുകൾ ഉണ്ടെന്ന സംശയം പറഞ്ഞപ്പോ അവരെ പിടിക്കാൻ പോലീസ് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്തത്? അവര് പോയിട്ട് ഒളിച്ചു. പലരും പോയി ഒളിച്ചു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരിക്കൽ ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അയാൾ പറഞ്ഞു, എന്തിനാ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ പോയി ഒളിക്കണത്? പിടുത്താണ്ട് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിച്ചെന്താ? എന്നോട് പറഞ്ഞു, മൂന്നാമുറൊന്നുപ്പല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മൂന്നാമുറെന്താ? അപ്പൊ എന്നോട് പറഞ്ഞു, കമ്പിച്ചുരുളുകളെടുത്തിട്ട് ലിംഗത്തിലൂടെ കുത്തിക്കയറ്റിയിട്ട് ചോദ്യം ചെയ്യാ. തെറ്റു ചെയ്യാത്ത പോലെ സമ്മതിച്ചു പോത്രേ. ഉരുട്ടിക്കൊല, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു, ഇപ്പൊ ശാസ്ത്രീയമായിട്ടാ ചോദ്യം ചെയ്യല്. ഞാൻ ചോദിച്ചു, ശാസ്ത്രീയമായി ചോദ്യം ചെയ്യലോ? എന്നോട് പറഞ്ഞു, അതേ. ഞാൻ ചോദിച്ചു, എന്ത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പം ശരീരത്തെ പീഡിപ്പിക്കലോ അടിക്കലോ പിടിക്കലോ ഒന്നുമില്ല, വളരെ സുഖം, നല്ല തണുത്ത വെള്ളത്തിൽ നിർത്തും. ഞാൻ ചോദിച്ചു, ശാസ്ത്രീയമായി ചോദ്യം ചെയ്യലോ? എന്നോട് പറഞ്ഞു, അതെ. തണുത്ത വെള്ളത്തിൽ നിർത്തിയിട്ട് ഇയാളോട് പറയത്രേ, ചോദിക്കണേന് സത്യസന്ധമായി വഴി പറഞ്ഞാൽ പുറത്തേക്ക് കടത്താം, അല്ലെങ്കിലോ 3 ദിവസം പട്ടിണിക്കിടും. 4-ാമത്തെ ദിവസം നല്ല ബിരിയാണി കാണിച്ചു കൊടുത്തിട്ട് പറയും, ചോദിച്ച ചോദ്യത്തിന് സത്യം പറഞ്ഞാ ഭക്ഷണം തരാം. അപ്പൊ കോടതി കൊണ്ടുപോയി പരിശോധിച്ചാലോ ശരീരത്തെ പീഡിപ്പിച്ച അടയാളം കാണൂല. ശാസ്ത്രീയമാണ് ചോദ്യം ചെയ്യൽ. പിന്നെ എന്തിന് ഭയപ്പെടണം എന്ന് ചോദിച്ചാൽ എന്റെ സഹോദര, വലിയ ആൾക്കാർ പോയിട്ട് ഒളിക്ക. ആരെ പേടിച്ചിട്ട്? ഭൂമിയിലെ മനുഷ്യന്മാരെ ചോദ്യം ഞങ്ങൾ ചിന്തിക്കണം. ഇടവും വലവും നന്ന മുൻകർ നകീറാണ് അലൈഹിമസ്സലാം. അവസാനത്തൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അതാരിഫു ഹദർ റജുൽ, ഈ ആളെ നിനക്കറിയാമോ? ആ സമയം ഇയാൾ മുഅ്മിനാണെങ്കിൽ പറയും, അത്രേ അറിയാം, അതെന്റെ ഹബീബാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് മുത്തുനബിയെ തിരിച്ചറിഞ്ഞാൽ അവിടുന്ന് പറയപ്പെടും, സ്വദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞതൊക്കെ സത്യമാണ്. ഫഫ്റുസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് അവന് സ്വർഗത്തിലൂടെ ആടകൾ നൽകണേ, സ്വർഗത്തിലേക്കൊരു കവാടം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ എന്ന് വിളിയാളം വരികയായി.
അപ്പോഴേക്ക് മുഅ്മിനാണെങ്കിൽ അയാളുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിലേക്കൊരു കവാടം തുറക്കപ്പെടുമത്രേ. കാലിന്റെ ഭാഗത്ത്. ഇതൊക്കെ പണ്ട് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു, ഖബറിൽ സ്വർഗവും, ഖബറിൽ സ്വർഗവും. ഞങ്ങളോട് ചോദിക്കട്ടെ, ഞാനിവിടെ ഒരു സ്ക്രീന് കൊണ്ടുവന്ന് വെച്ചു തന്നാൽ, ഞാനിവിടെ ഒരു സ്ക്രീന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെച്ചു തന്നാൽ, നിങ്ങൾക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണിച്ചു തരാനും കഴിയും? കഴിയില്ലേ? 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 കഴിയും. എന്തേ കേവലം ഒരു ചുമര് മതി? എന്തിനേറെ ഈ ബാക്ക് ഭാഗത്ത് കാണുന്ന ഈ ശീലയുടെ മുകളിലേക്ക് പ്രത്യേകമായ സംവിധാനത്തിൽ ഒരു പ്രകാശം പ്രതിഫലിപ്പിച്ചിട്ട് കമ്പ്യൂട്ടറും നെറ്റ് സംവിധാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ലോകത്തെ രാജ്യത്തെ സ്ഥലം ഈ സ്ക്രീനിൽ കാണിച്ചു തരാൻ മനുഷ്യന് കഴിയും. എന്നിട്ട് ഈ മനുഷ്യൻ പറയാ, ഖബറിൽ സ്വർഗോ? എടാ, നിന്റെ അത്രയും കഴിവ് നിന്റെ റബ്ബിനില്ലെന്നോ നീ വിചാരിക്കുന്നത്? സ്വർഗത്തിലേക്കൊരു കവാടം തുറക്കപ്പെടും. അവിടെ കാലിന്റെ ഭാഗത്ത് എന്താ കിടക്കണത്? ഇങ്ങനെ ആ ചുമരിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാൻ. എങ്ങോട്ടാണ് നോക്കണത്? സ്വർഗത്തിലേക്ക്. ഏതുവരെ? ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ. സമയം പോണത് അറിയില്ല. അതുകൊണ്ടാണല്ലോ മഹ്ശറെ ഖബറിന്ന് ഒരു പുനർജന്മം ചെയ്ത് നീച്ചു വന്ന അവരോട് ചോദിക്കും, നിങ്ങൾ എത്ര കൊല്ല ഖബറിൽ കിടന്നത്? പോലെ പറയും, യൗമൻ, ഒരു ദിവസം, ഔ ബാലയും, അല്ലെങ്കിൽ അര ദിവസം. ആദ്യ കല്യാണം കഴിച്ച ആദ്യ രാത്രി കഴിഞ്ഞ മനുഷ്യനോട് ചോദിച്ചാൽ മതി, ഓൻ പറയും 1 മണിക്കൂർ ഇന്ന് രാത്രി. എന്താ? മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം, രംഗങ്ങൾ. ആ രംഗങ്ങൾ അവൻ കഴിഞ്ഞു പോകുന്നത് അറിയില്ല. ഫുട്ബോൾ കാണുന്ന ആൾക്കാരെ കണ്ടില്ല? ചില ആൾക്കാർ ചില ആവേശം മുത്താല് മൂപ്പരങ്ങനെ കളിച്ചു, അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ താരം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊണ്ടുപോകുന്നതനുസരിച്ച് ഇവനെങ്ങനെ ഗാലറിയിൽ നിന്ന് നീച്ചിട്ട് ബോള് പോസ്റ്റിന് നേരെ എത്തുമ്പോ അവന്റെ ഒരൊറ്റ അടി അടിച്ചിട്ടുണ്ടാവും. മറ്റോനടിച്ചപ്പോ പന്ത് കോർണേക്കാ പോയത്, ഇവനെ നീച്ചിട്ട് ഒരടി അടിച്ചതാ, ഓൻ ഗാലറിന്റെ താഴത്തേക്ക് വീണിട്ടുണ്ടാവും. എന്താ? ഇവനതിൽ മുഴുകിയതാ, ഇവനതിൽ മുഴുകിപ്പോയതാണ്. ചിന്തിക്കണേ നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെ സ്വർഗം കണ്ട് കഴിയുകയാണവൻ. തമ്മാടിയാണെങ്കിലോ അവന്റെ എവിടെ പറയപ്പെടും? നബിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഫൈനൽ വിധി അവിടെ. ഈ പ്രവാചകൻ സാധാരണ മനുഷ്യനെന്ന് പറയുന്നവരെ ഫൈനൽ വിധി ഫോട്ടോ കാണിച്ചിട്ട് ആളറിയോ? എന്തിനപ്പ ഈ റസൂലിനെ ഖബറിലും ചോദിക്കണം? മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യാഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. സാധാരണ മനുഷ്യനല്ല. ഫൈനൽ വിധി അവിടെയാണ്. കാണിച്ചിട്ട് ചോദിക്കും, ഇയാളെ നീ അറിയുമോ? പറയും, അറിയില്ല. ആളുകൾ എന്തൊക്കെയോ പറയാറുണ്ടായിരുന്നു, എനിക്കറിയില്ല. അപ്പോഴതാ പറയപ്പെടുകയാണ്, കദബഅബ്ദി, എന്റെ അടിമ പറഞ്ഞത് കളവാൻ. ഫഫ്റുശൂഹു മിനന്നാർ വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ. എന്റെ അടിമ പറഞ്ഞത് കളവാൻ, അവന് നിങ്ങൾ നരകത്തിലെ ഉടയാടകൾ നൽകണം, നരകത്തിലേക്ക് ഒരു കവാടവും തുറന്നു കൊടുക്കണം. അവന്റെ കാലിന്റെ ഭാഗത്തതാ നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയായി. എന്നിട്ട് അവൻ അങ്ങനെ കിടക്കുകയാണ് ഖിയാമത്ത് നാൾ വരെ. അപ്പോഴേക്കതാ ഇയാളുടെ ഖബറിലേക്ക് ഒരാൾ കയറി വരുന്നു. ഈ തമ്മാടിയായ ആളുടെ ഖബറിലേക്ക് കറുത്തിരുണ്ട രൂപത്തില്, കണ്ടാൽ തന്നെ പേടിയാകും. വിരൂപമാണ് രൂപം. തീജ്വാലകൾ കണ്ണിൽ നിന്ന് പറക്കുന്ന പോലെ പേടിപ്പെടുത്തുന്ന രൂപമാണ്. ഖബറിലേക്ക് കയറി വരുന്നു. ഇയാൾ ചോദിക്കും, ആരാ നീ? ആരടോ? എന്തിനെന്റെ ഖബറിലേക്ക് വന്നത്? പോടോ. അപ്പൊ ഇവൻ പറയും, ഇല്ലടാ, ഞാൻ പോകില്ല, നീ എന്നെ അറിയില്ലടോ. ഇയാൾ പറയും, നിനക്കെന്നെ, എനിക്ക് നിന്നെ പരിചയമൊന്നുമില്ല, പോടോ എന്റെ ഖബറിൽ നിന്നെന്ന് പറയും. ആ സമയത്ത് അയാൾ പറയും, ഞാൻ പോകാൻ വന്ന ആളല്ല, ഖിയാമത്ത് നാൾ വരെ നിന്റെ കൂടെ കിടക്കാൻ വന്ന കൂടപ്പറപ്പാണ് ഞാൻ. ഇയാൾ ചോദിക്കും, നീ ആരാ? അയാൾ ചോദിക്കും, നിനക്കെന്നെ അറിയില്ലേ? ഇയാൾ പറയും, ഇല്ല. അയാൾ പറയുമടാ, നീ കുടിച്ച കള്ളാണടോ ഞാൻ, നീ ചെയ്ത വ്യഭിചാരമാണടോ ഞാൻ, നീ ചെയ്ത കളവാണടോ ഞാൻ, നീ പറഞ്ഞ കള്ളമാണടോ ഞാൻ, നീ ഒഴിവാക്കിയ നമസ്കാരങ്ങളാണടോ ഞാൻ, നമസ്കാരങ്ങളല്ല, ആ തെറ്റാണടോ ഞാൻ, നീ നഷ്ടപ്പെടുത്തിയ നോമ്പ് നഷ്ടപ്പെടുത്തിയ തിന്മയാണടോ ഞാൻ, ഹജ്ജ് നിർബന്ധമായിട്ടത് ചെയ്തില്ലല്ലോ അല്ലടോ നീ, അതാണ് ഞാൻ. അന്നിങ്ങനെ ഇയാളോട് ഓരോന്നോടോടുത്തു പറയും അത്രേ. എന്നിട്ട് പറയും, ഖിയാമത്ത് നാൾ വരെ നിന്റെ കൂടെ കിടക്കാൻ വന്നതാണ്. എന്നാൽ നല്ല മനുഷ്യനാണെങ്കിലോ
നല്ല മനുഷ്യനാണെങ്കിലോ അയാളുടെ ഖബറിലെ ചോദ്യം കഴിയുമ്പോഴേക്ക് അതാ ഖബറിലേക്ക് വെളുത്തിരുണ്ട രൂപ വെളുത്തുവല്ലാത്ത സുന്ദരമായ രൂപത്തിൽ ഒരാൾ കയറി വരുന്നു. ശുഭ്രവസ്ത്രമാ ധരിച്ചിരിക്കുന്നത്, മുഖം സുന്ദരമാണ്. മുഅ്മിനായ മനുഷ്യൻ കാണുമ്പോഴേക്ക് സന്തോഷിക്കുകയായി. അയാളോട് ചോദിക്കും, നിങ്ങൾ ആരാ? അപ്പൊ ചോദിക്കും, നിനക്കെന്നെ അറിയില്ലേ? ഇയാൾ പറയുമില്ല. അപ്പൊ പറയുമടോ, നീ നിസ്കരിച്ച തഹജ്ജുദാ, നീ പള്ളിയിലേക്ക് കടന്നുപോയ ഓരോ കാൽപാദങ്ങളാ, നീ നോറ്റ നോമ്പാ, നീ നിസ്കരിച്ച സുന്നത്ത് നമസ്കാരങ്ങളാ, നീ നോറ്റ സുന്നത്തായ നോമ്പുകളാ, നീ പാരായണം ചെയ്ത ഖുർആനാ, നീ ചെയ്ത സ്വതഖയാ, നിന്റെ കൂടെ കിടക്കാൻ വന്നതാണ് ഞാൻ, നിനക്ക് പേടിയില്ലാതിരിക്കാൻ. നമ്മളിത് പറയുമ്പോഴും ഖബറിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അല്ലാഹുവേ, റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അങ്ങനെ ചോദ്യം കഴിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതാ ചോദ്യം കഴിഞ്ഞു, മലക്കുകൾ പോയി. ഞാൻ പറഞ്ഞല്ലോ എത്ര ദിവസം. ചില ആളുകൾക്ക് കുറച്ചു നേരം വെറുതെ നിന്ന് ചോദിച്ചു പോരാ. വേറെ ചില ആളുകൾക്കോ 7 ദിവസം, ചില ആളുകൾക്ക് 40 ദിവസം. ഗൗരവം അതിനനുസരിച്ചുണ്ടാവും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പിന്നെയോ മലക്കൊക്കെ അങ്ങനെ പോയി. പിന്നെ ഇയാളെ കിടക്കുകയാണ്. 2, 3, 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം. 3, 4, 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖബറിലേക്ക് കയറി വരുന്നത് ആരാ? അനദ്ദൂദുൽ ഖുദൂദ വസഫീഹാ അകുലൽ ബഹിയാതി തിറാബി. 4ാമത്തെ ദിവസം ഇയാളുടെ ഖബറിലേക്ക് കയറി വരുന്നതാരാ? പുഴുക്കളാണ് എന്റെ സഹോദര. കണ്ണൂക്കെന്ന് നമ്മൾ പറയലെന്താ? കണ്ണൂക്കെന്ന് 3ാമത്തെ ദിവസം പറയാൻ കാരണം 2 കണ്ണുകളും കൺതടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമത്രേ. 2 കണ്ണുകളും കൺകടത്തിൽ നിന്ന്. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്കൂൾക്ക് പോകുമ്പോ അണിഞ്ഞൊരുങ്ങി പോകാറില്ലേ? മുഖത്തൊക്കെ പൗഡർ ഇട്ടിട്ട് മിനുക്കിയിട്ട് നീ ഇങ്ങനെ പോണ് കണ്ടാൽ സ്വർഗഹൂറിയാണെന്ന് തോന്നാറില്ലേ? നീ തേച്ചു പിടിപ്പിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നീ തേച്ചു പിടിപ്പിക്കുന്ന കണ്ണില്ലേ? 3ാം ദിവസം കൺതടത്തിൽ നിന്നങ്ങ് കൊഴിഞ്ഞു പോവും. കൺതടത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയായി. ഇതാണ് കണ്ണൂക്കുന്നതിന് പറയുന്നത്. 3ാം ദിവസമാണ് സംഭവിക്കുന്നത്. 4ാം ദിവസം, 5ാം ദിവസം ഖബറിലേക്ക് കയറി വരുന്നതാരാ? പുഴുക്കളാണ് എന്റെ സഹോദര. സംശയമുണ്ടോ? മരിച്ചുപോയൊരു മനുഷ്യന്റെ ഖബറൊന്ന് പൊളിച്ചു നോക്ക്. 6, 7, 8, 10 ദിവസമായ മനുഷ്യന്റെ ഖബറൊന്ന് പൊളിച്ചു നോക്കിയാൽ കാണാ അയാളുടെ ശരീരം നിറയെ പുഴുക്കൾ, കണ്ടടം നിറയെ പുഴുക്കളാ, കാത് നിറയെ പുഴുക്കളാണ്, വായ നിറയെ പുഴുക്കളാ. ഇതറിയാൻ ഏറെ വായിക്കണ്ട, പഠിക്കണ്ട. ഖബറൊന്ന് പൊളിച്ചു നോക്കണ്ട സഹോദര. ഈ അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളതെങ്കിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണം. കണ്ണുകങ്ങട് കയറാണ് പുഴു. ഒന്നൊന്നിന് മേൽ മത്സരിക്കാൻ, തിന്നാൻ ഒരു പുഴു മറ്റേ പുഴുവിന്റെ മേലെ. എന്തേ? ഹറാമ് കണ്ടവനെ, ഹറാമ് കണ്ട കണ്ണ് പുഴുക്കളതാ മത്സരിച്ചു തിന്നു തീർക്കുകയാണ്. ഹറാമ് കേട്ട ചെവി, ഹറാമ് സംസാരിച്ച നാവ്, വെറുതെങ്ങനെ വെറുതെങ്ങനെ സംസാരിച്ചുകൊണ്ട് കണ്ട. പുണ്യ നബി തന്നെ പറഞ്ഞതെന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ. അല്ലാഹുവിനും അന്ത്യദിനത്തിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ നല്ലത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം സംസാരിക്കുന്ന നാശമാണ്. അന്നാവതാ പുഴുക്കൾ മത്സരിക്കുകയാണ്. ഞാൻ ഓർത്തുപോകാറുണ്ട് ഒരു രംഗം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ വാക്കുകൂടെ ഞാൻ ഓർക്കുന്നു. ജോലി ചെയ്യുന്ന ഞാൻ എന്റെ മഹലിൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ റൂമിലേക്ക് കയറി വന്നത്. 2 കണ്ണിലും വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പൊ ദുബായിലാ ജോലി ചെയ്യുന്നത്. എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, റമദാൻ 25 പകലാണ്,
ഇന്നലെ രാത്രി 27 രാത്രി ഉപ്പാന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞ് ഞാൻ ഭാര്യ വീട്ടിലായിരുന്നു. ഇപ്പൊ ഞാൻ ഉപ്പായുടെ ഖബർ സിയാറത്ത് ചെയ്താ വരുന്നത്. സിയാറത്ത് ചെയ്യാനായി ഞാൻ ഉപ്പയുടെ ഖബറിന്റെ അടുത്ത് ചെന്നു. യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉപ്പയുടെ കാലിന്റെ ഭാഗത്തൊരു ദ്വാരം ഞാൻ കണ്ടു. ആ ദ്വാരത്തിലൂടെ ഒരു സർപ്പം പുറത്തേക്ക് കഴിഞ്ഞു വന്നു. അയാൾ പറയാണ്, ഞാൻ പേടിച്ചു പിന്നോട്ട് മാറി നിന്നു. ആ സർപ്പം അങ്ങനെ ഇഴഞ്ഞങ്ങ് പോയി. എന്നിട്ട് ഇയാൾ പറയുന്നു, ഞാൻ യാസീൻ ഓതി പൂർത്തിയാക്കി ദുആ ചെയ്തു വരാം. 2 കണ്ണിലും വെള്ളം നിറച്ചിട്ട് ചോദിച്ചു, എന്റെ ഉപ്പയുടെ അവസ്ഥ ഖബറിൽ എന്തെന്ന് പറഞ്ഞു തരാമോ? അലദോദുൽ ഹുദൂദ വഗസ ഫീഹാ അകുലൽ ബഹിയാതി തിറാബി. ഇതാണ് എനിക്കും നിങ്ങൾക്കും വരാറുള്ള അവസ്ഥയെങ്കിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് ജീവിതത്തിനാണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി പറഞ്ഞല്ലോ, അൽ കൈസ്, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ രീതിയിൽ ഖബറിന്റെ ഒരു അവസ്ഥ എന്തെന്ന് വളരെ ചുരുങ്ങിയത്, കൊല്ലങ്ങളോളം കിടക്കേണ്ട ഖബറിന്റെ അവസ്ഥ പറഞ്ഞാൽ തീരോ? വളരെ ചുരുങ്ങിയത്, കൽബിനെ ഒന്ന് തട്ടി ഉണർത്താൻ മാത്രം. അതല്ലേ സുലൈമാൻ മുസ്ലിയാർ കോഴിക്കോട്ട് പുതിയറയിലെ അദ്ദേഹത്തിന്റെ ഖബറിടം. സുലൈമാൻ മുസ്ലിയാർ ഇങ്ങനെ പാടുന്നു, എന്ത് കളിയൊന്നും കളിയല്ല, ഈ കളിയൊന്നും കളിയല്ല. മൂപ്പര് സോപ്പ് കച്ചവടം ചെയ്യല. ആൾക്കാർക്ക് പറയും മൂപ്പർക്ക് തലക്ക് സുഖമില്ല. സുലൈമാൻ മുസ്ലിയാരോ ഒരാഫ് ചൂടനാന്ന് പറയും. ചൂടനല്ലേന്നു. പിന്നെ ഇത് ചിന്തിച്ച ആർക്കാ മാനസിക നില തെറ്റാതിരിക്കുക? ഇത് ചിന്തിച്ചാൽ ആർക്ക് മാനസിക നില തെറ്റാതിരിക്കും? കച്ചവടം ചെയ്യും പള്ളിന്റെ മുമ്പിൽ കൊടുത്തിട്ട്. അപ്പൊ കച്ചവടം ചെയ്യുന്ന സമയത്ത് പറയുന്നത് അറിയോ? വാങ്ങിയോനും കൊയങ്ങി വാങ്ങാത്തനും കൊയങ്ങി. വാങ്ങിയോനും കൊയങ്ങി വാങ്ങാത്തനും. അപ്പൊ ആരോ ചോദിച്ചു, ഉസ്താദേ വാങ്ങാത്തവൻ കൊയങ്ങിന്ന് വെക്കാം, വാങ്ങിയോൻ എന്താ കുഴപ്പം വെച്ചു? വാങ്ങിയോനും കുടുങ്ങി വാങ്ങാത്തനും. വാങ്ങിയോൻ എന്താ കൊടുക്കുന്ന വെച്ചു? അപ്പൊ പറഞ്ഞു, ഇത് തൊലിക്ക് നല്ല ഔഷധമുള്ള സോപ്പാ, തൊലിപ്പുറത്തുള്ള രോഗത്തിന് നല്ല ഔഷധമാണ്. ഇത് 5 എണ്ണം വാങ്ങിയ ഒരാള് ഇത് ഒരു ഷോപ്പിലും വിൽപ്പനില്ല, ഇത് ഞാൻ മാത്രം വിൽക്കുന്നതാ, ഷോപ്പൊന്നും കിട്ടൂല. അപ്പൊ 5 സോപ്പ് വാങ്ങിയ ആളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോ സോപ്പ് കിട്ടണമെന്ന് ഇതാ സുലൈമാൻ മുസ്ലിയാരെ കണ്ടോളന്നില്ല. വാങ്ങിയവന്റെ പ്രയാസം തന്നെ ഇതാണെങ്കിൽ പിന്നെ വാങ്ങാത്തവന്റെ പ്രയാസം പറയണമെന്നാ ചോദിക്കാം. സോപ്പ് ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോ പാടും, ഇക്കളിയൊന്നും കളിയല്ല മോനെ, കളിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ പാടാ. കളിയൊന്നും കളിയല്ല, കളിയായ കളിയൊക്കെ വരാനാണ്, കളിയായ കളിയൊക്കെ വരാനാണ്. മോനെ കളിക്കണ്ട, ഒന്നുമല്ല കളി, കളിയായ കളി, വലിയൊരു കളി വരാനുണ്ട് എന്ന് സുലൈമാൻ മുസ്ലിയാർ ഇങ്ങനെ പാടാറുണ്ടായിരുന്നു. കളിക്കണ്ട, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജീവിതത്തിനായി തയ്യാറാവാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാന്മാരൊക്കെ എങ്ങനെ മഹാന്മാരെ എന്നറിയങ്ങള് ഇതാലോചിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്. ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രത്തിന്റെ അധിപനായ കോടിക്കണക്കിന് ആസ്തിയുള്ള ഖദ്ദാഫി, അയാൾ മരിച്ചിട്ട് എന്താ കൊണ്ടുപോയി? അയാളെ ഖബർ എവിടെയെന്ന് പോലും ആ രാജ്യത്തെ മനുഷ്യന്മാർക്ക് അറിയില്ല. അയാളുടെ ഖബർ എവിടെയാണെന്ന് പോലും ആ രാജ്യത്തെ മനുഷ്യന്മാർക്കറിയില്ല. ഒരു മനുഷ്യന്റെ സ്ഥിതിയപ്പത്, ഒരു മനുഷ്യന്റെ അവസ്ഥയാണിത്. അതുകൊണ്ട് ദുന്യാവിന് പിന്നാലെ വല്ലാതെ പായണ്ടാണ്. ദുന്യാക്കുമോ ഹബീബ ബി ഹുസ്നിഹാ വത്വീബ ലകിന്നഹാ ഖദ്ദാഅത്തുൻ ഖറാറ. ദുന്യാവിന്റെ പിന്നാലെ വല്ലാതെ പോകണ്ട. പക്ഷെ മനുഷ്യനത് പറഞ്ഞാൽ തിരിയില്ല. അവന് പിന്നെയും എന്റെ പിന്നിലെ പോവാ അല്ലേ? പണ്ടാൾ പാടിയില്ലേ, 10 കുട്ടുകിൽ 100 മതിയെന്നും. അവന് വിചാരിക്കെന്താ, കൊല്ലങ്ങനോട് പോട്ടെ, അടുത്ത കൊല്ലത്ത് നോമ്പോട് കൂടി നന്നാവാന്ന. കൊല്ലങ്ങനോട് പോട്ടെ, 5ാമത്തെ കൊല്ലം ഞാൻ ഹജ്ജിന് പോകണ്ട്, കൊടുത്തിട്ട് 4 കൊല്ലം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലം എന്തായാലും കിട്ടും, ഇപ്പൊ കൊല്ലം ഹജ്ജിന് പോട്ടെ, എന്നിട്ട് നന്നാവാന്ന. അതുവരെ ആയുസ് എന്നാലേ പറഞ്ഞെന്ന്. അല്ലാഹുവേ പടച്ചോനെ, ഹലാല് മാത്രം സമ്പാദിക്കുകയും ഹലാല് മാത്രം ഭക്ഷിക്കുകയും ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ചേർത്തി തരണേ തമ്പുരാനെ. ആമീൻ പറയൂ. അല്ലാഹുവേ ചേർത്തി തരണേ തമ്പുരാനെ. അതുകൊണ്ട് ഈ ജീവിതത്തിനായി ഒരുങ്ങിക്കോളൂ. ഒറ്റ നിധിയായ ഒരു ഹദീസ് പറഞ്ഞു തരാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയ, 30 ആയത്താണ് ആ സൂറത്ത്. ശഫാഅത്ത് ലിറജുലിൻ, ഖബറിൽ ഒരാളെ ശഫാഅത്ത് ചെയ്ത് ഈ സൂറത്ത് രക്ഷപ്പെടുത്തും. ഈ സൂറത്ത് അയാളെ രക്ഷപ്പെടുത്തും ശഫാഅത്ത് ചെയ്തിട്ട്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. ഓതിക്കോളൂ. ഇന്ന് മുതൽ പതിവാക്കിക്കോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഗ്രിബിന്റെ ഇടയിലുള്ള സമയം വെറുതെ തമ്മാടിത്തരം കണ്ട് കളയണ്ട, ഖേദിക്കും മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓതിക്കോളൂ സൂറത്തുൽ മുൽക്ക്. ഖബറിലേക്കുള്ള രക്ഷയാണ് സൂറത്തുൽ മുൽക്ക്. അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. സൂറത്തുൽ ഹശർ നല്ലതാണ്, സൂറത്തുൽ വാഖിയ നല്ലതാണ്, അതേപോലെ സൂറത്തു അലിഫ് ലാം മീം സജദ നല്ലതാണ്, സൂറത്തു ദുഖാൻ നല്ലതാണ്, സൂറത്തു യാസീൻ നല്ലതാണ്. സമയം കളയണ്ട, അവസാനിപ്പിക്കും. അല്ലാഹുവേ പടച്ചോനെ, നീ തന്നത് നിനക്കായി സമർപ്പിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ഒരുപാട് കാലം കിടക്കണ്ട. ഖബറിന് ഒരുങ്ങണോ അതോ ഉറപ്പില്ലാത്ത ഒരു സെക്കൻഡിന് വേണ്ടി ഒരുങ്ങണോ എന്ന് തീരുമാനിച്ചിട്ട് പോയിക്കോളൂ. ഞാൻ അടക്കം നമ്മുടെ വാല് ഞാൻ അവസാനിപ്പിക്കുകയാണ്.